മീര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. ഇന്ന് നമുക്ക് കുറച്ച് ടിപ്സുകൾ പറയാം. ഞാനിവിടെ ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നല്ല കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കും. എന്നിട്ട് നാളെ ആവുമ്പോഴത്തേക്ക് ഇത് കുതിർന്ന് കിട്ടും. ഇത് ഇന്നലെ ഞാൻ കുതിർത്ത് ഇന്ന് ഊറ്റി വെച്ച ഉലുവയാണ്. ചെറിയ ചെറിയ മുള ഇടാനുള്ള പരുവത്തിൽ നിൽക്കുക ഇത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ അതിൻ്റെയും തലേ ദിവസം കുതിർത്ത് ഇന്നലെ ഊറ്റി വെച്ചിട്ട് ഇന്നായപ്പോഴത്തേക്ക് മുളകൾ വന്നു തുടങ്ങി. ഇതിൻ്റെ ഉപയോഗം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷുഗറൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, ഇത് രാവിലെ ഈ മുള വന്ന ഉലുവ 2 സ്പൂൺ വെറും വയറ്റിൽ കഴിച്ചാൽ നല്ല വ്യത്യാസം വരും. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കടലയൊക്കെ വാങ്ങുമല്ലോ, കടല, ഗ്രീൻ പീസ്, ഇതൊക്കെ ഒരു മാസത്തേക്ക് വേണ്ടിയിട്ടാണല്ലോ സാധനം വാങ്ങിക്കുന്നത്. നമ്മൾ ഇത് വയ്ക്കപ്പോഴത്തേക്ക് ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരുമല്ലോ, അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഞാനിത് ഫ്രീസറിനകത്താണ് സൂക്ഷിക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കപ്പോഴത്തേക്ക് ആ കവറോട് കൂടി തന്നെ ഞാനിത് ഫ്രീസറിനകത്തോട്ട് വയ്ക്കും. ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും കവറിൽ കെട്ടി ഞാനങ്ങ് ഫ്രീസറിലോട്ട് വയ്ക്കും. ഞാൻ ഈ ബസുമതി അരി ഇതെല്ലാം ഞാനിങ്ങനെ ഫ്രീസറിനകത്ത് വയ്ക്കും. അപ്പോഴത്തേക്ക് ആ ചെറിയൊരു കറുത്ത ചെള്ളുണ്ടല്ലോ, അതൊന്നും വരാതെ നല്ലപോലെ ഇരിക്കും. ഇത് എല്ലാവർക്കും അറിയാമെന്നുള്ളതായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്തതാണേ. ഇനി ഇത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.